ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സൽമാൻ ഖാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതുപോലെ തന്നെ എമ്പുരാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എമ്പുരാൻ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കും എന്ന് വിചാരിക്കുന്നു. സോ ആദ്യം തന്നെ നമുക്ക് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന അപ്ഡേറ്റിൽ നിന്നാണ് തുടങ്ങാം. എന്തായാലും ദീപക് ദേവ് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് ദീപക് ദേവ് പറഞ്ഞിങ്ങനെയാണ്, അതായത് എമ്പുരാൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ താൻ പൃഥ്വിരാജിനോട് പറഞ്ഞിരുന്നു, വേറെ ആരെങ്കിലും നോക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കമൻ്റൊക്കെ വായിച്ചില്ലേ, ഞാനത്ര അതായത് ഇങ്ങനത്തെ ഒരു സിനിമ ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല എന്നതിലുള്ള കമൻറ്റുകളും മറ്റുമൊക്കെ നിങ്ങൾ കണ്ടില്ല. സോ നിങ്ങൾ വേണമെങ്കിൽ മറ്റൊരാളെ വിളിച്ചോ, എനിക്കത് കുഴപ്പമില്ലെന്ന് ദീപക് ദേവ് നേരത്തെ തന്നെ പൃഥ്വിരാജിനോട് പറഞ്ഞില്ല. പൃഥ്വിരാജ് സമ്മതിച്ചില്ല. നിങ്ങളൊരു വേൾഡ് ക്ലാസ് മ്യൂസിക് ഡയറക്ടറാണ്, നിങ്ങളുടെ ടാലൻറ്റ് എനിക്കറിയാം. സോ എനിക്ക് നിങ്ങളെ തന്നെയാണ് ആവശ്യം എന്ന് നമ്മുടെ ദീപക് ദേവിനോട് പൃഥ്വിരാജ് ആ ഒരു ടൈമിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും അദ്ദേഹം നോക്കണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ദീപക് ദേവിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച്? ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, എനിക്ക് ആ ഒരു സിന്ദാഹി എന്ന് പറയുന്ന പാട്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ഫൈറ്റ് സീൻ ചേർന്നൊരു പാട്ടും അല്ല. അത് ദീപക് ദേവിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഈ ഒരു പാട്ട് ഇവിടെയൊക്കെ വരണമെന്ന് നമുക്കറിയാം പൃഥ്വിരാജാണ് തീരുമാനിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടോറിയൽ ഒരു മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് അതിനെ തോന്നുന്നത്. സോ അതിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാൻ പറഞ്ഞൊരു കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, സൗത്ത് ഇന്ത്യയിലേക്ക് ചെന്നാൽ എല്ലാവരും എന്നെ ബൈ ബൈ എന്ന് വിളിച്ച് സ്നേഹം പ്രകടിപ്പിക്കും. പക്ഷേ എൻ്റെ ഒരു സിനിമ ഇറങ്ങി, അല്ലെങ്കിൽ നമ്മുടെ ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ തിയേറ്ററിൽ പോയി കാണത്തില്ല എന്നാണ് ഇപ്പോൾ സൽമാൻ ഖാൻ പറയുന്നത്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ സിഗന്ധ എന്ന് പറയുന്ന സിനിമ റിലീസിനിരിക്കുകയാണ്. സോ എന്തായാലും ആ ഒരു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. സോ അല്ല എന്ത് പറയാനാണ്, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയൊന്നും ഇല്ല. നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക ഒരു സിനിമ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ. ഗുഡ് ബൈ.